നമസ്കാരം എല്ലാവരും. അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു പുതിയ വീഡിയോ ആണ്. അപ്പൊ ഇന്ന് കുക്കിംഗ് ഒന്നും അല്ല, ഇന്ന് ചെറിയ ഇൻഫർമേഷൻ ആണ്. അപ്പൊ എന്താ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീനാണ്, ഈ മീനിനെ കുറിച്ചാണ്, ഈ നെയ്മീനെ കുറിച്ചാണ് ഇൻഫർമേഷൻ. അപ്പൊ നെയ്മീൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ നെയ്മീൻ ഇംഗ്ലീഷിൽ സിയർ ഫിഷ് എന്ന് പറയും, കിങ് ഫിഷ് എന്ന് പറയും, പിന്നെ തമിഴിൽ വന്നിട്ട് നമ്മുടെ വജ്രമീൻ എന്ന് പറയും, മലയാളത്തിൽ നെയ്മീൻ എന്ന് പറയും. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്കറിയാമെന്നുള്ള ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ മീനിനെ കുറിച്ച് ചെറിയ ഇൻഫർമേഷൻ. അപ്പൊ നെയ്മീൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 35-40 കിലോ വരെ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ, അപ്പൊ നെയ്മീനെ കുറിച്ച് ഞാൻ എന്തായാലും പറഞ്ഞു. അപ്പം ഇത് നല്ല സൈസുള്ള നെയ്മീനാണ്. ഞാനിപ്പോൾ പറയാണ്, ഈ ചെറിയ മീൻ ഒരിക്കലും നമ്മൾ വാങ്ങാൻ പാടില്ല. ഈ മീനിന് തന്നെ മാർക്കറ്റിൽ 10,000 രൂപ വിലയുള്ള മീൻ, അത് ചെറിയ മീനിന്റെ വില, ചെറിയ ഫിഷിനും അതേ വില പറയും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെറിയ നെയ്മീൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മിനിമം ഞാൻ പറയുന്നത് 7 to 8 കിലോയാണ് നല്ല നെയ്മീന്റെ ക്വാളിറ്റി ആയിട്ട് മീറ്റ് കിട്ടുന്നത്. അപ്പം ആ മീനാണ് നമ്മൾ മീൻ കറിക്ക് എടുക്കാം, ഫിഷ് ഫിംഗറിന് എടുക്കാം, ഫിഷ് ഫ്രൈക്ക് എടുക്കാം, എല്ലാത്തിനും ബെസ്റ്റ് ആണ്. അറിയാം, നിങ്ങൾക്ക് നെയ്മീനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നെയ്മീൻ കഴിക്കുന്നവർ, സ്ഥിരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ നല്ല നെയ്മീൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു തന്നു. അതിന്റെ കണ്ണാണ് മെയിൻ. കണ്ണ്, പിന്നെ സ്കിന്ന്, പിന്നെ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം. മെയിൻലി കണ്ണാണ്, തിളങ്ങുന്നതാണ് മീൻ. ഫസ്റ്റ് തിളങ്ങുന്നത് നല്ല തിളങ്ങും, ആ തിളക്കത്തിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ പൊതുവെ പിന്നെ ബാക്കിയുള്ള സൈഡ് വഴി, പിന്നെ മെയിൻലി കണ്ണ്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ണ്. ഈ കണ്ണിന്റെ ബ്രൈറ്റ്നസ് കുറയുമ്പോഴത്തേക്കും അത് പോയി. ഏത് മീനായാലും, ഈവൻ അത് ടൂണ ആവട്ടെ, കിങ് ഫിഷ് ആവട്ടെ, ഏത് ടൈപ്പ് മീനായാലും അതിന്റെ കണ്ണിന്റെ, പിന്നെ അതിന്റെ സ്കിന്ന് കണ്ടല്ലോ. ഈ മീന് ചൂണ്ടയിലെ മീനാണ് കണ്ടല്ലോ. കണ്ടല്ലോ, ഒരു സ്കിന്നെല്ലാം നല്ല ഫ്രഷ് ആയിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ മീറ്റെല്ലാം ഇങ്ങനെ കണ്ടല്ലോ, സ്റ്റിഫ് ആയിരിപ്പുണ്ട്. പിന്നെ വാല് കണ്ടല്ലോ, വാല് നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. പിന്നെ ചെകിള, പിന്നെ ചെകിള ഉണ്ടല്ലോ, ചെകിള നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ചെകിളയിൽ ചില ആൾക്കാർ ഈ മീൻകാരികൾ ചെറിയ ബ്ലഡ് ഒക്കെ തേച്ച് തരും. അതൊരിക്കലും ഇല്ല. ചെകിള ബ്ലഡ് ആവൂല ചെകിള, മനസ്സിലായ? അപ്പം പിന്നെ വേറെ പറഞ്ഞാൽ കണ്ണ് വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഏത് മീനായാലും കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ബ്രൈറ്റ് ആയിരിക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആണ്. പിന്നെ അല്ലാതെ വന്നിട്ട് നമ്മൾ ബ്രൈറ്റ് അല്ലാതെ കണ്ണിന്റെ സൈഡിലൊക്കെ കറുത്ത പാട് വരാം, കണ്ണിന്റെ സൈഡിലൊക്കെ റെഡിഷ് വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് ഫ്രഷ് അല്ലെന്നാണ് അർത്ഥം. അപ്പൊ ഇത് വന്നിട്ട് ഡീപ്പിൽ കിട്ടുന്ന മീനാണ്, ആഴ്ക്കടലിൽ കിട്ടുന്ന ഫിഷാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രഷ് ആർക്കും തന്നെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഫ്രഷ് കിട്ടുള്ളൂ. അല്ലാതെ ഫ്രഷ് കിട്ടാൻ ഒരു വഴിയില്ല. പിന്നെ ശരിക്കും ബോട്ടിൽ പോയിട്ട് അവിടെ പിടിച്ച് അവിടെ നിന്ന് ഐസിലാക്കി പിന്നെ വരുന്നതാണ്. അപ്പൊ അങ്ങനെ വന്ന ഫിഷാണ്. അപ്പൊ എന്തായാലും ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒമേഗ ഫാറ്റി ആസിഡ് 3 ആണുള്ളത്. പിന്നെ ഫിഷ് പൊതുവെ കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അതല്ലോ 7 to 8 കിലോ ആണ് നല്ല സൈസാണ് വരുന്നത്. ചെറിയ ഫിഷ് ഒന്നും വാങ്ങല്, ചെറിയ ഫിഷൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും വന്ന് 8 കിലോ 9 കിലോ സൈസ് വാങ്ങുക. പിന്നെ ഇതിന്റെ അറിയാലോ, ഇതിന്റെ മാസം 35 കിലോ വരെ ഇത് വലിപ്പം ഉണ്ടാവും. 35 കിലോ. പിന്നെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫിഷ് കറി, ഫിഷ് മീൻ, ഫിഷ് എല്ലാ പ്രിപ്പറേഷനും കൊള്ളാം. കോണ്ടിനെന്റലും ചൈനീസും എല്ലാ പ്രിപ്പറേഷനും കൊള്ളാന്നുള്ള ബെസ്റ്റ് ഫിഷ് ആണ്. ബെസ്റ്റ് ഫിഷ് ഏത് പ്രിപ്പറേഷൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ചെറിയ ഇൻഫർമേഷൻ എനിക്കറിയാന്നുള്ള ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.